ഇപ്പോഴത്തെ യങ് ഏജിലുള്ള ആളുകളുടെ കല്യാണം കഴിഞ്ഞാൽ സമയമില്ല, അല്ലെങ്കിൽ ജോലി തിരക്കായതുകൊണ്ട് ഞങ്ങൾ മന്ത്ലി ട്വൈസ് ഒക്കെ ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പവും മീൻസ് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷനൊക്കെ ഈ കൂടുതലായിട്ടും ഈ മിഷനറിയിൽ കാണാറുണ്ട്. പിന്നെ ഗേൾ ഓൺ ദ ടോപ്പൊക്കെ ഓർഗാസം വരാൻ കുറച്ചും കൂടെ നല്ലതാണ് എന്ന്. പിന്നെ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഡിപ്പെൻസ് അപ്പോൺ. ബട്ട് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ അല്ല എങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. ഞങ്ങളുടെ പാർട്ട്ണർ പിന്നെ ഒരാൾ വളരെ ഫാൻറ്റസിയും ഒരാൾ ഹൈപ്പർ സെക്ഷുവാലിറ്റിയും ആയുള്ള ഒരാളും നമ്മൾ ജാതകം നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെയാണ്. ഒരാൾ വളരെ ഫാൻറ്റസി ഉള്ള ഒരാളും ഒരാൾ ടിപ്പിക്കലും ആണെങ്കിൽ സെക്സ് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് താല്പര്യം ഉണ്ടാവും, ഒരാൾക്ക് താല്പര്യമില്ല, മടുപ്പ് വരാൻ തുടങ്ങും. അപ്പോഴാണ് മറ്റൊരാളിലേക്ക് പോകാനുള്ള ഒരു ചായ്വ് വരുന്നത്. അപ്പം എൻ്റെ ഭാര്യയിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അവിഹിതത്തിലേക്ക് പോകാനുള്ള വളരെയധികം സാധ്യത എൻ്റെ ഭാര്യയിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും കിട്ടുന്നില്ല. പക്ഷെ എന്താണ് ആഗ്രഹിച്ചതെന്ന് ഞാൻ പറയണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണ്. ഇത് സംസാരിക്കുന്നില്ല, ഫാൻറ്റസികൾ. ചിലവർക്ക് അയ്യോ എനിക്കിത് അറിയില്ല, ചിലവർക്ക് പ്രോപ്പറായിട്ടുള്ള പറയാൻ നാണമുള്ള ആളുകളുണ്ടാവും. ഫാൻറ്റസികളും ആഗ്രഹങ്ങളും കൂടുതലാണ്. അതനുസരിച്ച് പുരുഷൻ ഫാൻറ്റസി ആണെങ്കിൽ സ്ത്രീക്ക് അത് പറ്റുന്നില്ല, സ്ത്രീക്ക് ഫാൻറ്റസി കൂടുതലാണ്. ഒരുവിധം സ്ത്രീകൾ പറയണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചേട്ടന് വലിയ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് വരുന്ന പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നുന്നവരും ഉണ്ട്.